ഹലോ, വെൽക്കം ടു അവർ ട്രാവൽ ആൻഡ് ഫുഡ് ഡയറീസ്. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമുക്ക് വർക്കലയിലുള്ള കുറച്ച് നല്ല കഫേസ് പരിചയപ്പെടാം. വർക്കലയിലെത്തി റിസോർട്ടിൽ നമ്മൾ ചെക്ക് ഇൻ ചെയ്തു. കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് ഒരു 4 മണിയായപ്പോൾ ഇവിടുത്തെ നോർത്ത് ക്ലിഫിൽ വന്നു. നമ്മൾ ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യം നമ്മൾ കഫേ ഇറ്റാലിയനിലോട്ടാണ് വന്നത്. ഇവിടെ റൂഫ് ടോപ്പിലിരുന്ന് ഫുഡും കഴിച്ച് സൺസെറ്റ് എൻജോയ് ചെയ്യാനാണ് പ്ലാൻ. ഈ കഫേയിൽ തന്നെ ഒരുപാട് ഇൻസ്റ്റാഗ്രാമബിൾ ഫോട്ടോ പോയിന്റ്സ് ഉണ്ട്. ഞങ്ങളൊരു സീ ഫുഡ് പ്ലാറ്ററും പിന്നെ ഐസ് ടീയും പറഞ്ഞിട്ടുണ്ട്. സീ ഫുഡ് പ്ലാറ്ററിൽ ആദ്യം വന്നത് ഗോൾഡൻ സ്ക്വിഡ് ഫ്രൈ ആണ്. ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മയോണൈസും ഫ്രഞ്ച് ഫ്രൈസും കൂടി വന്നിട്ടുണ്ട്. നെക്സ്റ്റ് വന്നത് ഗ്രിൽഡ് പ്രോൺസ് ആണ്. അത് 2 ടൈപ്പായിട്ടാണ് ചെയ്തിരിക്കുന്നത്. രണ്ടും നല്ല ടേസ്റ്റ് ആയിരുന്നു. സീ ഫുഡ് പ്ലാറ്ററിൽ നെക്സ്റ്റ് വന്നത് ക്രാബ് റോസ്റ്റ് ആണ്. ഇത് തനി നാടൻ സ്റ്റൈലിലുള്ള ഒരു കുക്കിംഗ് ആണ്. എരിവും പുളിയൊക്കെ മിക്സ് ആയിട്ടുള്ള ഒരു ഡിഷാണത്. നെക്സ്റ്റ് ഫിഷ് ഫ്രൈ ആണ്. അതിൻ്റെ കൂട്ടത്തിൽ റൈസും വെജിറ്റബിൾസും ഒക്കെ ഉണ്ട്. നമുക്ക് 4 പേർക്ക് കൂടിയിട്ട് ഈ സീ ഫുഡ് പ്ലാറ്റർ ധാരാളമായിരുന്നു. 3000 രൂപയാണ് ഒരു സീ ഫുഡ് പ്ലാറ്ററിന് ചാർജ് വരുന്നത്. ലാസ്റ്റ് നമ്മൾ ഡെസേർട്ടായിട്ട് ഒരു ചോക്ലേറ്റ് മൂസും കൂടി ഓർഡർ ചെയ്തു. അപ്പോഴത്തേക്കും സൺസെറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നുള്ള സൺസെറ്റ് വ്യൂ അടിപൊളിയാണ്. രാത്രി ഞങ്ങൾ വന്നത് ഡാർജിലിംഗ് കഫേയിലോട്ടാണ്. ഇവിടെയും അടിപൊളി സെറ്റപ്പാണ്. DJ ഫ്ലോറൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് ഞങ്ങൾ ഷാർജ ഷേക്ക്, ഒരു പിസ്സ, ലൈം കേക്ക് ഇതൊക്കെയാണ് ഓർഡർ ചെയ്തത്. ഇത് ലെമൺ ബട്ടർ കേക്ക് വിത്ത് ഒരു ക്രീം ചീസ് ഐസിംഗ് ആണ്. ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു. അടുത്ത ദിവസം രാവിലെയായി ഒരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ നമ്മൾ റിവ്യൂസൊക്കെ നോക്കിയപ്പോൾ ഇന്ത്യ ഹോട്ടലിനെ പറ്റിയിട്ട് നല്ല റിവ്യൂസ് കണ്ടു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നോർത്ത് ക്ലിഫിലെ മെയിൻ ഷാക്സൊന്നും കഫേസൊന്നൊക്കെ മാറിയിട്ട് കുറച്ച് ഇൻറ്റീരിയർ ആയിട്ടാണ് ഈ ഒരു ഏരിയ ഉള്ളത്. അപ്പോൾ നമ്മൾ കാറ് കുറച്ച് ദൂരെ പാർക്ക് ചെയ്ത് അവിടെ നിന്ന് നടന്നു വന്നതാണ്. ഇവിടെ താമസിക്കുവാനായിട്ട് കോട്ടേജസും പിന്നെ അതുപോലെ ഹോസ്റ്റൽ ഫെസിലിറ്റി ഒക്കെ ഉണ്ട്. ഈ മെനുവിൽ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് കൊടുത്തിട്ടുണ്ട്. അതിന് 349 രൂപയാണ്. ഏത് ബ്രേക്ക്ഫാസ്റ്റ് എടുത്താലും നമുക്ക് 349 രൂപയാണ് വരുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ അൺലിമിറ്റഡ് ടീ ഓർ കോഫി ഉണ്ടാകും. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് ന്യൂട്ടെല്ല പാൻകേക്സ്, ചിക്കൻ ബെനഡിക്റ്റ്, ബേക്കൺ ചീസ് ആൻഡ് എഗ്സ് ഇതൊക്കെയാണ് ഓർഡർ ചെയ്തത്. നമ്മൾ അൺലിമിറ്റഡ് ടീ ആണ് ഓർഡർ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് ബ്ലാക്ക് ടീ, ഗ്രീൻ ടീ, മസാല ടീ എന്നിങ്ങനെ ഓപ്ഷൻസ് ഉണ്ട്. ഇനിയിപ്പോൾ കോഫിയാണ് ഓർഡർ ചെയ്തതെന്ന് വെച്ചാൽ അതിന് കോൾഡ് കോഫി, മിൽക്ക് കോഫി ആൻഡ് ബ്ലാക്ക് കോഫിയുടെ ഓപ്ഷൻ ഉണ്ട്. ഇത് ബേക്കൺ ആൻഡ് എഗ് വിത്ത് വെജീസ്. പിന്നെ നെക്സ്റ്റ് ചിക്കൻ ബെനഡിക്റ്റ് ആണിത്. കുട്ടികൾക്ക് പാൻകേക്സ് ആണ് ഓർഡർ ചെയ്തത് വിത്ത് ന്യൂട്ടെല്ല, ഹണി ആൻഡ് ഐസ്ക്രീം. ഇന്ത്യ ഹോട്ടലിൽ നിന്നും ഒരു ഒതൻറ്റിക് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഞങ്ങൾ ഇറങ്ങി. ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഇതൊരു ചെറിയ കഫേയാണ്. ചുറ്റും നിറയെ മരങ്ങളൊക്കെ ആയി. സാധാരണ ഹോട്ടലിലും റെസ്റ്റോറൻറ്റ്സിനും പോലെയൊന്നല്ല, ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ആംബിയൻസ് ആണ് ഇവിടെ. പിന്നെ അന്ന് രാത്രി ഞങ്ങൾ പോയത് സൺറൈസ് വർക്കില എന്ന് പറഞ്ഞൊരു കഫേയിലോട്ടാണ്, നോർത്ത് ക്ലിഫിലുള്ളത്.
ഞങ്ങൾ ഇവിടുന്ന് ഷവർമ, ഫ്രൈഡ് റൈസ്, ചില്ലി ചിക്കൻ, പിന്നെ ഒരു സ്ക്വിഡ് റോസ്റ്റ് ഇതൊക്കെയായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു ആവറേജ് ടേസ്റ്റ് ആയിരുന്നു. നെക്സ്റ്റ് ഡേ ഞങ്ങൾ പോയത് ആബ റെസ്റ്റോറൻറ്റിലോട്ടാണ്. അതൊരു ജർമ്മൻ ബേക്കറിയും കൂടിയാണ്. അവിടെ ഒരുപാട് ബേക്ക്ഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു, വെറൈറ്റി ആയിട്ട്. ഞങ്ങൾ അവിടുന്ന് ഷാർജ ഷേക്കും പിന്നെ മോമോസൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ഒരു സീ ഫുഡ് പ്ലാറ്ററാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ അതിൽ ഫിഷ് ഫ്രൈ, സ്ക്വിഡ് റോസ്റ്റ്, പ്രോൺസ് ഫ്രൈ, ഫ്രഞ്ച് ഫ്രൈസ്, പിന്നെ വെജിറ്റബിൾസ് ഇതൊക്കെ കൂടിയിട്ടാണ് സെർവ് ചെയ്തത്. വർക്കലയിൽ എത്തുമ്പോൾ നിങ്ങൾ ഈ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ വിസിറ്റ് ചെയ്തോളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.